നമസ്കാരം. വായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭൂമിയിലെ ഏറ്റവും വിദൂരമായ സ്ഥലമാണ് പോയിന്റ് നിമോ. വളരെയധികം ദുർഘടം പിടിച്ച ഈ ഭൂപ്രദേശത്തേക്ക് മനുഷ്യനിൽ നിന്നുള്ള ദൂരം 2689 കിലോമീറ്റർ വരും. സ്വാഭാവികമായിട്ട് നമുക്ക് സംശയിക്കാം അതിനടുത്ത് എവിടെയും ഒരു ദ്വീപ് സമൂഹങ്ങളൊക്കെ ഉണ്ടോ എന്ന്. ഏറ്റവും അടുത്ത ദ്വീപ് സമൂഹത്തിലേക്കുള്ള ദൂരമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എവിടെയായിരിക്കും പോയിന്റ് നിമോ? പോയിന്റ് നിമോ സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണ ശാന്തസമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപാണ് പോയിന്റ് നിമോ. ഇവിടെ മനുഷ്യരാരും പാർക്കുന്നില്ല. മറ്റു ജലജീവികളും സാധാരണ കാണാറുള്ള ജന്തുജീവജാലങ്ങൾക്കും ഒന്നും ഇവിടെ പാർക്കുവാനുള്ളതാണ് സാധ്യതയില്ല, പാർക്കുവാനുള്ള വിഭവങ്ങളില്ല. പ്രധാനപ്പെട്ട കാരണം ഇതിൽ വസിക്കുന്ന സ്ഥലം ഒരുപാട് ദൂരെയാണ് പോയിന്റ് നിമോയിൽ നിന്നും എന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇവിടെ ആദ്യമായി ഒരാൾ എത്തിയ വാർത്ത വന്നത് അടുത്തിടെയാണ്. കഴിഞ്ഞ മാസം 12-നാണ് ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ അത്ഭുതങ്ങളും നിഗൂഢതയും നിറഞ്ഞ ഈ പ്രദേശത്തേക്ക് യാത്ര തുടങ്ങിയത്. ഹാൻസ് എക്സ്പ്ലോറർ എന്ന കപ്പലിൽ 10 ദിവസത്തെ യാത്ര ഒടുവിൽ കൃത്യമായി അവിടെ എത്തി ചരിത്രം സൃഷ്ടിച്ചു. ഇവിടെ നിന്ന് മനുഷ്യവാസമുള്ളൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ വളരെ ദുർഘടമായിട്ടുള്ളതും വിജനമായിട്ടുള്ളതും ആയ ഒരുപാട് സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട്. ഭൂമിശാസ്ത്രപരമായി ഇത്തരം ദുർഘടമായ പ്രദേശങ്ങളെ പോൾ ഓഫ് ഇൻഅക്സസിബിലിറ്റി എന്നാണ് വിളിക്കുന്നത്. ഉത്തര ദക്ഷിണ ധ്രുവ പ്രദേശങ്ങളിൽ ഇത്തരം ധാരാളമായ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ സ്ഥലങ്ങളെയൊക്കെ പോൾ ഓഫ് ഇൻഅക്സസിബിലിറ്റി എന്ന് നമുക്ക് പറയാം. സമുദ്രത്തിലെ ഏറ്റവും വിജനമായ എത്തിച്ചേരാൻ ദുർഘടമായ പ്രദേശത്തെ ഓഷ്യാനിക് പോൾ ഓഫ് ഇൻഅക്സസിബിലിറ്റി എന്നാണ് വിളിക്കുന്നത്. കരഭാഗത്തെയാണെങ്കിൽ പോൾ ഓഫ് ഇൻഅക്സസിബിലിറ്റി എന്ന് വിളിക്കുമ്പോൾ ഇത്തരമൊരു ഓഷ്യാനിക് പോൾ ഓഫ് ഇൻഅക്സസിബിലിറ്റിയാണ് ദക്ഷിണ ശാന്തസമുദ്രത്തിലെ അതിവിദൂരതയിൽ കാണുന്ന അതിവിജനതയിൽ കാണുന്ന പോയിന്റ് നിമോ. ഇവിടുത്തെ അശാന്തമായ കാലാവസ്ഥയും വളരെ ആഴമുള്ള ഭൂപ്രകൃതിയുമൊക്കെ ഇവിടെ എത്തിച്ചേരാനായിട്ട് മനുഷ്യർക്ക് വളരെ പ്രയാസമുണ്ടാക്കുന്നു. പ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരൻ ജൂൾസ് വെർണെ 19-ാം നൂറ്റാണ്ടിലെ അവസാന പാദത്തിൽ രചിച്ച 20,000 ലിങ്ക്സ് അണ്ടർ ദി സീ എന്ന പ്രസിദ്ധ സാഹസിക നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് ക്യാപ്റ്റൻ നിമോ. നിമോ എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടെയുണ്ട്. നോ വൺ എൽസ് എന്നാണ്, ആരുമില്ലാത്തൊരിടം. ഒരിക്കലും കൂടെ പറയട്ടെ, പോയിന്റ് നിമോയുടെ ഏറ്റവും അടുത്തുള്ള കരപ്രദേശം 2689 കിലോമീറ്ററിനും അപ്പുറത്താണ്. പിറ്റ്കാരൻ ദ്വീപ് സമൂഹത്തിൻ്റെ ഭാഗമായ പാൻഡോറ ദ്വീപ് വടക്കും ഈസ്റ്റേൺ ദ്വീപിന് സമീപത്തുള്ള മോട്ടു നുയി ദ്വീപ് വടക്ക് കിഴക്കും അന്റാർട്ടിക്കയിലെ അടുത്തുള്ള മഹേർ ദ്വീപ് തെക്ക് ഭാഗത്തുമായി പോയിന്റ് നിമോയിൽ നിന്ന് ഏകദേശം 2688 കിലോമീറ്ററുകൾക്ക് അകലെയായി സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൽ കൗതുകമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയെ ചുറ്റി പോയിന്റ് നിമോ പ്രദേശത്തിന് തൊട്ടു മുകളിൽ ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് മനുഷ്യൻ പോയിന്റ് നിമോയുടെ ഏറ്റവും സമീപത്തെത്തുന്നത്. പോയിന്റ് നിമോയുടെ ഏറ്റവും സമീപ പ്രദേശത്തുള്ള മനുഷ്യർ ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരികളാണെന്ന് പറയാം. പോയിന്റ് നിമോയെ നമുക്ക് മറ്റൊരു പേര് ചേർത്ത് വിളിക്കാം, അതായത് ബഹിരാകാശ പേടകങ്ങളുടെ ശവപ്പറമ്പ്. പ്രവർത്തനരഹിതമായ ബഹിരാകാശ നിലയങ്ങളും കൃത്രിമ ഉപഗ്രഹങ്ങളും ഭൗമാന്തരീക്ഷത്തിലേക്ക് പുനഃപ്രവേശം നടത്തി സുരക്ഷിതമായി സമുദ്രത്തിൽ തിരിച്ചെത്തിക്കുന്നത് പോയിന്റ് നിമോയിലാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ടുള്ള ബഹിരാകാശ പേടകങ്ങളൊക്കെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറക്കിയെന്നും അത് നേരെ സമുദ്രത്തിലേക്ക് പതിച്ചുവെന്നും. പിന്നെ ബാക്കി എന്താണെന്ന് നമുക്കറിയില്ല. അത് നേരെ ലക്ഷ്യം വയ്ക്കുന്നത് പോയിന്റ് നിമോയിലേക്കാണ്. അതുകൊണ്ടാണ് ബഹിരാകാശ പേടകങ്ങളുടെ ഒരു ശവപ്പറമ്പ് എന്ന് പറയാൻ കാരണം. 2031 നാസയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഡീകമ്മീഷൻ ചെയ്ത് പോയിന്റ് നിമോയിൽ ഇറക്കുമെന്നാണ് കരുതുന്നത്. ചില വിക്ഷേപണ വാഹനങ്ങളുടെ ഭാഗങ്ങളും ഇവിടെയാണ് മറവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ശവപ്പറമ്പ് തന്നെ. എന്തായാലും ഇത് കാണുവാനും അടുത്തറിയുവാനും ചെന്ന് മനസ്സിലാക്കുവാനും ഒന്നും സാധിക്കുന്നില്ല. ആദ്യമായി പ്രദേശത്തെ കൃത്യമായി അടയാളപ്പെടുത്തിയത് ക്രൊയേഷ്യൻ കനേഡിയൻ സർവേ എഞ്ചിനീയറായ ഹർവോജെ ലുക്കാഡലയാണ്. 1992 പോയിന്റ് നിമോയുടെ സ്ഥാനം കൃത്യമായി ഗണിച്ചെടുത്തു. പ്രധാനപ്പെട്ട ഭൂഖണ്ഡങ്ങളിൽ നിന്നെല്ലാം അകന്നു കിടക്കുന്ന പ്രദേശമായതിനാൽ കരയിൽ നിന്നുള്ള പോഷകങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം പോയിന്റ് നിമോ മേഖലയിൽ മറ്റ് സമുദ്രഭാഗങ്ങളെ അപേക്ഷിച്ച് ജീവജാലങ്ങൾ വളരെ കുറവാണ്. പോയിന്റ് നിമോ ഒരു അത്ഭുത പ്രതിഭാസമായി തോന്നുന്നില്ലേ? കാണുവാനൊരു ചെറിയ കൊതിയൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ തൽക്കാലം അത് പ്രയാസമാണ്. എങ്കിലും മനസ്സിൻ്റെ ഉള്ളിലെ ജിജ്ഞാസ കെട്ടുപോകാതെ നിലനിൽക്കട്ടെ. നമസ്കാരം. വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.